ഹായ്, മലയാള സിനിമ ഉറ്റുനോക്കുന്ന മലയാളത്തിലെ അത്ഭുതമായിട്ടുള്ള ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ഷോ ഇതാ ജസ്റ്റ് കഴിയാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മാജിക് ബ്ലെസ്സിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്നതാ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആശീർവാദ സിനിപ്ലെക്സിലാണ്. മതി സാറേ, റീന ടീച്ചറെ, ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരിക്കും ഒരു നല്ല കാവ്യശില്പം പോലെ തോന്നി. ക്യാമറ കൊണ്ട് സംഗീതം സൃഷ്ടിച്ച, ക്യാമറ കൊണ്ട് വിഷ്വൽ ഒരു കവിത രചിച്ചതുപോലെ തോന്നി. ശരിക്കും ആ നജീബിന്റെ ആ ഒരു നൊമ്പരം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങോട്ട് നിൽക്കുക. അതിൽ നിന്ന് വിട്ടുമാറാൻ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. അതുപോലെ ഒരു ശരിക്കും തീർച്ചയായിട്ടും ബ്ലെസ്സി മാജിക്. മതി സാറും ബ്ലെസ്സി സാറുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. തന്മാത്രം മുതൽ ഒന്നിച്ചു തുടങ്ങിയ ഒരു യാത്രയാണ്. സഹോദര തുല്യനായ സുഹൃത്ത്, ഒപ്പം തന്നെ മാനസികമായി സപ്പോർട്ട് നൽകുന്ന നല്ലൊരു കൗൺസിലർ. ഒറ്റ ചോദ്യമായിട്ട് ചോദിച്ചാൽ, ഈ സംഘർഷങ്ങളിലൂടെ അദ്ദേഹം അനുഭവിച്ചെടുത്ത അതിൻ്റെ ഒരു പെർഫെക്ഷനിസം ഈ പടത്തിലുണ്ട്. ദിവസങ്ങളുടെ അടുപ്പവും വർഷങ്ങളുടെ അടുപ്പവും ഉള്ള ഒരു സംവിധായകന്റെ സിനിമ കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത്. ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സിനിമ ആയിട്ട് വരുമ്പോൾ ഇതിന്റെ കഥ അറിയാവുന്നവരിത് കാണുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതൊരു വിഷ്വലായിട്ടുള്ളൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വിജയിച്ചിട്ടുണ്ട്. ഒരു സൗന്ദര്യാത്മകമായ വിഷ്വൽസ് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. കൊറോണ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നേരിട്ടു. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കയറാനോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട സാഹചര്യം വന്നു. വളരെയധികം വെയിറ്റ് കുറച്ച പൃഥ്വിരാജിനെ സംബന്ധിച്ച് വീണ്ടും വെയിറ്റ് കൂടി, അത് വീണ്ടും കുറയ്ക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോയപ്പോഴും പിടിച്ചു നിന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആ മനുഷ്യന്റെ പെർഫെക്ഷനിസം. ആ സമയത്ത് നിങ്ങളുടെ സൗഹൃദം എങ്ങനെ പരസ്പരം സഹായിക്കാൻ സാധിച്ചു? ഈ സമയത്തൊക്കെ ശരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ 50 ഞാൻ അങ്ങോട്ട് വിളിക്കുകയും എൻ്റെ 50 എന്നെ വിളിക്കുകയും 60 വിളിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള ഒരു സൗഹൃദത്തിലൂടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു വ്യക്തിയോടൊന്ന് അടുപ്പത്തേക്കാൾ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ വിലയിരുത്താനാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന്റെ സംഘർഷങ്ങൾ അദ്ദേഹം തന്നെ ഇങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അനീഷിനെ പോലുള്ള സർവൈവേഴ്സിന്റെ മീറ്റിംഗ് വരെ സംഘടിപ്പിച്ചത് മനോരമയുടെ മാത്രം ഒരു സമ്മതത്തോടെ ആയിരിക്കും, അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടായിരിക്കാം പൃഥ്വിരാജൊക്കെ പറയുന്നത്. അത് സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്യാൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മുടെ കൂട്ടങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അനുഭവിച്ച ആ വേദനകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കത് ചെയ്യിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും സാധിച്ചു എന്ന് തന്നെ പറയാം. 100% അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മരുഭൂമിയിൽ കൂടെയുള്ള ആ അലച്ചിലൊക്കെ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വല്ലാത്തൊരു നെടുവീർപ്പോട് കൂടിയാണ് ഇത് എന്ന് അവസാനിക്കുമെന്ന്. കാരണം ആ മരുഭൂമിയുടെ ആ അപാരത മുഴുവൻ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാറിന്റെ തിരുവല്ലയിലുള്ള വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടോ എന്നുള്ള ഒരുറപ്പുമില്ല. നമ്മൾ ചെല്ലുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുമില്ല. കാരണം ഇത് മാത്യു സാറിന്റെ രീതിയാണ്. ബ്ലെസ്സി സാറിന്റെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് ചെന്ന് റിവ്യൂ അദ്ദേഹത്തോടും ഫാമിലിയോടും പങ്കുവെക്കുക എന്നുള്ളത് പേഴ്സൺ സെന്റേഡ് അപ്രോച്ചസ്. അതാണല്ലോ നമ്മുടെയും രീതി. അങ്ങനെ നമ്മളിതാ ഡയറക്ടർ ബ്ലെസ്സിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ വീട്ടിലേക്ക് മന്ദം നമ്മളിതാ കയറുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. മാത്യു സാറൊക്കെ സ്ഥിരം സന്ദർശകരാണ്. വാവ്, വളരെ മനോഹരമായിട്ടുള്ളൊരു വീട്. മാത്യു സാറും റീന ടീച്ചറും അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ബ്ലെസ്സി സാറിന്റെ വണ്ടി വെളിയിൽ കാണുന്നില്ല. സാർ മിക്കവാറും ഇവിടെ കാണാൻ സാധ്യത ഇല്ല. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇപ്പോൾ കൊച്ചിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇന്ന് അറിയാമല്ലോ, റിലീസിംഗ് ഡേ ആയതുകൊണ്ട് ഒരുപാട് ചാനലുകൾ ഇൻ്റർവ്യൂ മറ്റും കൊടുക്കാറുണ്ട്. അപ്പോൾ 12:30 അദ്ദേഹം ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായില്ല. പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി ചേച്ചിയെ കണ്ടു, മകൻ അഖിലിനെ കണ്ടു, സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഒപ്പം തന്നെ പടത്തിനെക്കുറിച്ചുള്ള റിവ്യൂ അവർക്ക് അറിയണമായിരുന്നു. കാരണം അവർ വൈകുന്നേരത്തെ ഷോ ആണ് കാണാനുള്ളത്. അപ്പോൾ റിവ്യൂ പങ്കുവച്ചു. ഫീഡ്ബാക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ശരിക്കും ഒരു ഭാര്യ എന്ന നിലയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മിനിച്ചു കൊടുത്ത് വലിയൊരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിനെ കൂടെ റിസൾട്ടാണ് ഈ സിനിമയിലൂടെ നമ്മൾ കിട്ടുന്നത്. ആ റിസൾട്ട് കേൾക്കാൻ വേണ്ടി മിനിച്ചു ഇങ്ങനെ കാത്തിരിക്കുക. നമ്മൾ സാധാരണ ഈ SSLCയിലൊക്കെ റിസൾട്ട് വരുമ്പോൾ എന്തായി, പാസ്സായോ, നല്ല മാർക്കുണ്ടോ എന്നൊക്കെ അറിയില്ല. ആ ഒരു ആകാംക്ഷയായിരുന്നു മിനിച്ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നത്. ആ ആകാംക്ഷയോടുകൂടി നിന്ന മിനിച്ചേച്ചിയോട് നമ്മൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും റിവ്യൂവും പങ്കുവച്ചിട്ടുണ്ട്. അഖിലും വളരെ സന്തോഷവാനാണ്. അഖിൽ എന്നുള്ളത് ബ്ലെസ്സി സാറിൻ്റെ 2ാമത്തെ മകനാണ്. സന്തോഷവാനാണ് ആൾ. റിവ്യൂ ഒക്കെ കേട്ട് ഹാപ്പി ആയിട്ട് ഒപ്പം ഞങ്ങൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പം ബ്ലെസ്സി സാറുമായിട്ട് ഇനി വേറൊരു അവസരത്തിൽ നമുക്ക് തിരക്കൊന്ന് കഴിഞ്ഞിട്ടൊന്ന് ഇരുന്ന് തീർച്ചയായും ആ സന്തോഷം നമുക്കൊന്ന് പങ്കുവെക്കേണ്ടതുണ്ട്.